ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് പുതിയൊരു നാഷണൽ ഹൈവേ വരാൻ പോവുകയാണ്. ഗ്രീൻഫീൽഡ് NH 744 എന്ന് പറയുന്ന ഒരു പുതിയൊരു നാഷണൽ ഹൈവേ കൊല്ലത്തുകൂടി കടന്നു വരാൻ പോവുകയാണ്. ഈ പാത വരുന്നതോടുകൂടി കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഹൈവേ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു നാഷണൽ ഹൈവേ ആയിട്ട് മാറാൻ എല്ലാ സാധ്യതയുമുണ്ട്, അല്ല മാറുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു നാഷണൽ ഹൈവേ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. ഈ നാഷണൽ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായ കടമ്പാട്ടുകോണത്തു നിന്നാണ്. പാരിപ്പള്ളിക്ക് അടുത്തുള്ള കടമ്പാട്ടുകോണത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കടമ്പാട്ടുകോണത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആര്യങ്കാവ് വരെ ഏകദേശം 59-60 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത 4 ഒരു പാതയായിട്ടാണ് നിർമ്മിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കൂടിയും കൊല്ലം ജില്ലയിൽ കൂടിയും കടന്നു പോകുന്ന നാഷണൽ ഹൈവേ. കൊല്ലം ജില്ലയിൽ കൂടിയാണ് ബഹുഭൂരിപക്ഷവും റോഡ് കടന്നു പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല താലൂക്കിൽ ഏകദേശം 56 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കൊല്ലം ജില്ലയിലാണെങ്കിൽ കൊട്ടാരക്കര പുനലൂർ താലൂക്കിലായിട്ട് ഏകദേശം 293 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായിട്ടുണ്ട്. ഏകദേശം 4050 കോടിയോളം ചിലവ് വരും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഹൈവേ ആയിട്ട് മാറാൻ ഇതിന് പ്രധാന കാരണം ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു മദർ പോർട്ട് വിഴിഞ്ഞത്ത് വരാൻ പോവുകയാണ്. ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന വലിയൊരു രാജ്യമായ ഇന്ത്യയിൽ ഇതുവരെ ഒരു വലിയ ഷിപ്പ് അടുക്കാനുള്ള മദർ പോർട്ട് ഇല്ലായിരുന്നു. അങ്ങനെ ആ പോർട്ടാണ് നമ്മളെ വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത്. അത് വരുന്നതോടുകൂടി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള റോഡിലെ തിരക്കുകൾ വളരെയധികം വർദ്ധിക്കും. കൂടുതൽ ചരക്ക് ഗതാഗതമായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. ലോകത്ത് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇതുവരെ ഒരു വലിയ കപ്പൽ അടുക്കാനുള്ള മദർ പോർട്ട് ഇല്ലായിരുന്നു. വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോ ചെയ്യാം. കാരണം അത്രത്തോളം അറിയാനുണ്ട്, അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ ആ പോർട്ട് വരുന്നതോടുകൂടി നമുക്ക് ഇതേപോലെ ഒരുപാട് റോഡുകൾ വേണ്ടി വരും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ ഗ്രീൻഫീൽഡ് NH 744 എന്ന് പറയുന്നത്. വിഴിഞ്ഞത്തുനിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു റോഡായിരിക്കും. തെങ്കാശി അതുപോലെ ചെന്നൈയിലൊക്കെ വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു റോഡായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ റോഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ ഈ റോഡിൻ്റെ പ്രാഥമിക നടപടികൾക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം പകുതിയോട് തന്നെ ഏകദേശം ജൂൺ മാസത്തിലോട് തന്നെ നിർമ്മാണ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ടും വളരെ വേഗത്തിൽ പണി പുരോഗമിക്കുകയാണല്ലോ, ഇപ്പം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ്. അതുകൊണ്ട് തന്നെ ഈ പാതയുടെ പണി അതിവേഗം പുരോഗമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പുതിയ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ ഔട്ടർ റിംഗ് റോഡിൻ്റെയും കല്ലിടൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം.